പുതിയ തലമുറയെ പഴയ തലമുറ മാതൃകയാക്കണമെന്നും മാനവികതയെ മുറുകെ പിടിച്ച് മാത്രമേ ആർക്കും ജീവിത വിജയം കൈവരിക്കാനാവുകയുള്ളൂ എന്നും മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി ചെയർമാനും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രൻ പ്രസ്താവിച്ചു. തുല്യം എന്ന വാക്കിൽ നിന്നാണ് വിഷു, അതായത് രാവും പകലും തുല്യമായി വരുന്നൊരു ദിവസമാണ് ഇന്ന്. തീർച്ചയായിട്ടും നേട്ടങ്ങളിലും നിങ്ങളുടെ ഭാവി ജീവിതത്തിലുമെല്ലാം ഈ വിഷു ഒരു നല്ല തുടക്കം സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്നുമില്ല, എല്ലാം കൈവിട്ടു എന്ന് തോന്നുന്നതാണ് ചില കൈത്താങ്ങലുകൾ, ചില ചേർത്തുപിടിക്കലുകൾ, ചില തലോടലുകൾ നമ്മുടെ ജീവിതത്തിൽ നിർണായകമായി മാറുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ചടങ്ങ്. ഈ കെട്ടിടത്തെക്കുറിച്ചും ഇവിടെ നടക്കുന്ന സംരംഭങ്ങളെക്കുറിച്ചും രാജൻ വക്കീലും സുധീഷുമൊക്കെ വളരെ വാചാലമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വാക്കുകളിലെ തീഷ്ണത, അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള അവരുടെ മമത, അവർ ചെയ്യുന്ന അതിനെ കാരുണ്യമെന്നോ അല്ലെങ്കിൽ ഒരു സഹായമെന്നോ എന്നല്ല, ചെയ്യേണ്ട ഒരു കടമ എന്നുള്ള മട്ടിലാണ് അവർ അവരുടെ ഈ ജോലിയെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഈ സംരംഭത്തെ നോക്കിക്കാണുന്നത് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. ചാക്കുണ്ണിയേട്ടനാണ് ഈ ചടങ്ങിന് വേണ്ടി എന്നെ വിളിച്ചത്. അദ്ദേഹം മുമ്പ് പറഞ്ഞ 2-3 ചടങ്ങുകൾക്ക് പോകാൻ പറ്റിയില്ല. ഇന്നാകെ പറഞ്ഞത് വന്നേ മതിയാകൂ എന്ന് പറഞ്ഞു. ഇത്തരം ഒരു ചടങ്ങായതുകൊണ്ട് രാവിലെ ഓഫീസിലെ തിരക്കിൻ്റെ ഇടയ്ക്കും ഞാൻ ഓടി വന്നതാണ്. അതുകൊണ്ട് കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല. അതിനുള്ള അവസരമല്ല. കാരണം ഇത്തരം വേദികൾ പ്രവർത്തനങ്ങൾക്കുള്ള മേഖലയാണ്. വാക്കുകൾ അധികമാകുന്നത് അധികപ്പറ്റായി തീരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ നല്ല വിഷു എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വെസ്റ്റ് ഹിൽ പുവർ ഹോമിൽ തപാൽ വകുപ്പിന്റെ സഹകരണത്തോടെ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി, മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ, പ്രസാദ് അസോസിയേറ്റ്സ് എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച വിഷു കൈനീട്ടം, വിഷു കോടി പായസ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു PV ചന്ദ്രൻ. ചടങ്ങിൽ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ചെയർമാനും MDC പ്രസിഡന്റുമായ ഷെവലിയർ CE ചാക്കുണ്ണി അധ്യക്ഷനായി. തപാൽ വകുപ്പിന്റെ അദ്വിതീയമായ വിഷു കൈനീട്ട പദ്ധതിയും ഇതര പദ്ധതികളും അവസരോചിതമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞതിലും മറ്റ് സംഘടനകൾ ഏറ്റെടുത്ത് കൂടുതൽ കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്തുന്നതിലും അധ്യക്ഷൻ സന്തോഷം പ്രകടിപ്പിച്ചു. ഫിലിം അവാർഡ് കമ്മിറ്റി ചെയർമാൻ വന്ന വഴി മറക്കാത്ത പല വ്യക്തികളുണ്ട്. അതിന് മുൻപന്തിയിലാണ് ശ്രീ വിനോദിന്റെ സ്ഥാനം. ഞാനാണ് ഇവരില്ല. ഞാനിന്നലെ ഫോണിൽ വിളിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹം വരുന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ദീർഘായുസ്സമാണ് കൂടുതൽ ഉന്നതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഞാൻ അനാഥാലയത്തിന് 10 കൊല്ലം ചെയർമാനുണ്ട്. അന്ന് അവർക്ക് നിങ്ങൾ പലതും അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സിനിമാ താരങ്ങളൊക്കെ അതാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ ജയറാമനെ അത് അവരെ കുറച്ചാളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഈ അമ്മമാരും അച്ഛന്മാർക്കും സഹോദരനും ശ്രീ വിനോദിൻ്റെ സാന്നിധ്യമായിരിക്കും ഞാൻ നടന്ന ചടങ്ങിലൊക്കെ ഇഷ്ടപ്പെട്ടതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. ബാക്കിയുള്ള ചടങ്ങ് നിർവഹിച്ചിട്ട് 9 മിനിറ്റുള്ള അവസരം തരാം. പിന്നെ എങ്ങനെ നന്ദി പറയേണ്ടെന്ന് അറിയില്ല. നന്ദി വന്ന വഴി മറന്നിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥന. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു മാതൃഭൂമിയിൽ. വിനോദ് നമ്മളിവിടെ വായിക്കാനുള്ള പുസ്തകം തന്നെയാണ്. അതാണ് ഏത് വിജയത്തിൻ്റെ വിനയാണ്. അത് ഉൾക്കൊണ്ടാണ് ശ്രീ വിനോദ് നമ്മൾക്ക് വന്നത്. ഇനി ഈ ചടങ്ങിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലെങ്കിലും അദ്ദേഹത്തെ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആദരിക്കാൻ. പദ്ധതിയെക്കുറിച്ച് കോഴിക്കോട് ഡിവിഷൻ തപാൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് K രേഖ വിശദീകരണം നടത്തി. വിഷു കൈനീട്ട വിതരണം മലയാള മനോരമ സീരിയൽ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണനും പ്രശസ്ത സിനിമാ സീരിയൽ താരം വിനീത് കോവൂർ മുതിർന്ന പൗരന്മാർക്ക് വിഷുക്കോടിയും നൽകി ആദരിച്ചു. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് K ആനന്ദമണി പായസ വിതരണം ഉദ്ഘാടനം ചെയ്തു. പുവർ ഹോമിൽ നിരവധി ചടങ്ങുകൾ വ്യക്തികളും സംഘടനകളും നടത്താറുണ്ടെങ്കിലും തപാൽ വകുപ്പിന്റെ സഹകരണത്തോടെ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി നടത്തുന്ന ഈ ചടങ്ങിനെ പുവർ ഹോമിനെ തിരഞ്ഞെടുത്തതിന് സംഘാടകരെ ഭാരവാഹികൾ നന്ദി അറിയിച്ചു. ചടങ്ങിൽ സെന്റ് മേരീസ് യാക്കോബായ കത്തീഡ്രൽ വികാരി ഫാദർ ബേസിൽ തൊണ്ടയിൽ, MDC ഭാരവാഹികളായ അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, MV കുഞ്ഞാമു, PI അജയൻ, പുവർ ഹോം പ്രസിഡന്റ് ഷനൂപ് താമരക്കുളം, സെക്രട്ടറി സുധീഷ് കേശവപുരി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ, ഇന്ത്യ പോസ്റ്റ് പബ്ലിക് റിലേഷൻ ഇൻസ്പെക്ടർമാരായ C ഹൈദരലി, സുജിലേഷ് KK എന്നിവർ സംസാരിച്ചു. തപാൽ വകുപ്പ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് N ചന്ദ്രൻ സ്വാഗതവും മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ സീനിയർ വൈസ് പ്രസിഡന്റ് A ശിവശങ്കരൻ നന്ദിയും പറഞ്ഞു.